കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഖാവ് എം.വി. ഗോവിന്ദൻ ഒരു പ്രസ്താവനയായിട്ട് വന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിഗണനയും പരിശോധനയുമായിട്ട് അദ്ദേഹം ഒന്ന് കുറേ രേഖകൾ കൊണ്ടുവച്ച് കുറേ കണക്കുകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ടി വിക്ക് മുമ്പിൽ അവതരിച്ചത്. അദ്ദേഹം ഈ കണക്കുകളൊക്കെ പറഞ്ഞു നോക്കിയ സമയത്ത് ജയിച്ചോ തോറ്റോ എന്ന് പിടികിട്ടാത്ത രൂപത്തിലൊരു വിശകലനമാണ്. ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയില്ല. അത് ഇടതുപക്ഷത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്ന് മറ്റുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നത്. അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ കട്ടുകട്ടിയായിട്ടുള്ള ആശാനാണ്. അപ്പോൾ എന്തും ഇരുട്ടും വെളിച്ചവും, ഇരുട്ടാണെങ്കിൽ വെളിച്ചമാണെന്നും വെളിച്ചമാണെങ്കിൽ ഇരുട്ടാണെന്നും വൈരുദ്ധ്യാത്മകമായി വിശദീകരിക്കാൻ ശേഷിയുള്ള ആളാണ്. അതിനൊരു നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു തോൽവി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൊരു തോൽവി. അതൊരു തോൽവിയല്ലെന്ന് മാത്രമല്ല, വിജയത്തിൻ്റെ നിദാനമാണ് എന്നുകൂടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായും അടുത്ത സർക്കാർ, അതായത് പിണറായി ഒന്നാം സർക്കാർ, പിണറായി രണ്ടാം സർക്കാർ, പിണറായി മൂന്നാം സർക്കാരിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഖാവും പാർട്ടിയും എന്ന് കേരളത്തോട് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല, മണിയാശാനും മടിയില്ല.